പറയണേ. അപ്പോൾ എൻ്റെ പേര് അക്ഷര, ഞാനിപ്പോൾ +2 പഠിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത് പഠിക്കുന്ന ഡെസിമൽസ് എന്താണെന്നാണ്. അപ്പോൾ ഇപ്പോൾ 1.6 ഇല്ലെങ്കിൽ 2.3 ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൽ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ പോയിൻ്റുള്ള നമ്പേഴ്സിനാണ് നമ്മൾ എന്തെന്ന് പറയാറ്? ഡെസിമൽസ് എന്ന് പറയാറ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെസിമൽസിൽ 4 ഓപ്പറേഷൻസ് പഠിക്കും: അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അപ്പോൾ ആദ്യം നമുക്ക് അഡീഷൻ നോക്കാം. അഡീഷൻ ഇപ്പോൾ 4 ഓക്കെ, ഇപ്പോൾ അഡീഷനിൽ 3.2 + 4.6 ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോ. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഫസ്റ്റ് നമ്പർ എടുത്ത് എഴുതി 3.2. ഇനി ഫസ്റ്റ് നമ്പറിൻ്റെ പോയിൻ്റ് താഴെ തന്നെ നമ്മൾ അടുത്ത നമ്പറിൻ്റെ പോയിൻ്റ് ഇടണം. അപ്പോൾ എന്താണ്? 4.6. മനസ്സിലായോ? ഫസ്റ്റ് നമ്പറിൻ്റെ പോയിൻ്റ് താഴെ തന്നെ രണ്ടാമത്തെ നമ്പറിൻ്റെ പോയിൻ്റ് വേണം. അപ്പോൾ 3.2 + 4.6 എത്ര? 2 + 6 എത്ര? 8. പോയിൻ്റ് അതേപോലെ താഴെ എടുത്ത് എഴുതി 3 + 4 എത്രയാ? 7. അപ്പോൾ നമുക്ക് 7.8 എന്ന ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ 3.2 + 4.6 എത്രയാണ്? 7.8. നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ആദ്യം ഫസ്റ്റ് നമ്പർ എടുത്ത് എഴുതി, എന്നിട്ട് ആ നമ്പറിൻ്റെ പോയിൻ്റ് താഴത്തിന് രണ്ടാമത്തെ നമ്പറിൻ്റെ പോയിൻ്റ് ഇട്ടു, എന്നിട്ട് നമ്മൾ ആഡ് ചെയ്തു. രണ്ടാമത്തെ നമ്പർ എഴുതിയിട്ട് ആഡ് ചെയ്തു. അപ്പോൾ 7.8 ആൻസർ ഇടും. അതേപോലെ എടുത്ത് എഴുതി. ഓക്കെ ആണല്ലോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. (4.2 + 3.65) ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഫസ്റ്റ് നമ്പർ എടുത്ത് എഴുതി 4.2. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് നമ്പർ എങ്ങനെ എഴുതും? ഫസ്റ്റത്തെ നമ്പറിൻ്റെ പോയിൻ്റ് താഴെ തന്നെ അടുത്ത നമ്പറിൻ്റെ പോയിൻ്റ് വരണം. അപ്പോൾ 3.65. ഇവിടെ എന്തൊരു കുഴപ്പമുണ്ടല്ലോ? എന്താ പ്രശ്നം? ഒരു എംറ്റി സ്പേസ് വന്നില്ല. നമ്മളവിടെ എന്ത് ചെയ്യും? 0 ഇടും. അപ്പോൾ ഡെസിമലിൽ എവിടെയെങ്കിലും എംറ്റി സ്പേസ് വന്ന് നമ്മളവിടെ 0 ഇട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 0 ഇട്ടു. ഇനി നമുക്ക് ആഡ് ചെയ്യാം. 0 + 5 എത്രയാ? 5. 2 + 6 എത്രയാ? 8. ഇനി പോയിൻ്റ് അതേപോലെ താഴോട്ട് എടുത്ത് എഴുതും. 4 + 3 എത്രയാ? 7. അപ്പോൾ നമുക്ക് 7.85 എന്ന ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 24 + 5.05. ഇത് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടേ? 24 ചുമ്മാ കിടന്നതിൻ്റെ മീനിങ് എന്താണ്? 0.0 ഉണ്ട്. അപ്പോൾ ഒരു നമ്പർ ചുമ്മാ കിടന്നതിൻ്റെ മീനിങ് എന്താണ്? ആ നമ്പർ 0.0 അവിടെ ഉണ്ടെന്നാണ് എൻ്റെ മീനിങ്. 24.0. ഇനി അടുത്ത നമ്പർ നമ്മൾ എങ്ങനെ എഴുതേണ്ടേ? ഫസ്റ്റ് പോയിൻ്റ് തൊട്ട് താഴെ തന്നെ അടുത്ത പോയിൻ്റ് വരണം. പോയിൻ്റ് ഇട്ടു 5.05. ഇവിടെ എംറ്റി സ്പേസ് ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കവിടെ 0 ഇട്ട് ഫില്ല് ചെയ്യാം. ഇനി ആഡ് ചെയ്യാമല്ലോ. 0 + 5 എത്രയാ? 5. 0 + 0 0. പോയിൻ്റ് അതേപോലെ താഴോട്ട് എടുത്ത് എഴുതി. 4 + 5 എത്രയാ? 9. 2 + 0 2. അപ്പം നമുക്ക് 29.05 എന്ന ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതി എടുക്കണേ.
കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞോ? മായ്ക്കട്ടെ? ഓക്കെ, അപ്പോൾ അഡീഷൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. അഡീഷൻ ഈസി അല്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ സബ്ട്രാക്ഷനിലും. അഡീഷൻ അതേ റൂൾസാണ് നമുക്ക് സബ്ട്രാക്ഷനിലും പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 8.7 മൈനസ് 2.3. ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അഡീഷണൽ നമ്മൾ എന്താ ചെയ്തേ? ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്പർ എടുത്ത് എഴുതി 8.5. രണ്ടാമത്തെ നമ്പർ എങ്ങനെ എഴുതും? ഈ പോയിന്റ് താഴത്തിന് രണ്ടാമത്തെ നമ്പറിൻ്റെ പോയിന്റ് വരണം. അപ്പോൾ 2.3 മൈനസ്, അപ്പോൾ 7 മൈനസ് 3 എത്രയാ? 4. പോയിന്റ് അതേപോലെ താഴെ എഴുതി. 8 മൈനസ് 2 എത്രയാ? 6. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 6.4 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ആദ്യം ഫസ്റ്റ് നമ്പർ എടുത്ത് എഴുതി, ആ നമ്പറിൻ്റെ പോയിന്റ് തൊട്ട് താഴെ തന്നെ രണ്ടാമത്തെ നമ്പറിൻ്റെ പോയിന്റ് എഴുതി, എന്നിട്ട് നമ്പർ എഴുതി, എന്നിട്ട് മൈനസ് ചെയ്തു. അപ്പോൾ എങ്ങനെ എന്ത് കിട്ടി? 6.4 എന്ന് ആൻസർ കിട്ടി. -9.1 മൈനസ് 2.43. ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ആദ്യത്തെ നമ്പർ എടുത്ത് എഴുതണം. ഇനി രണ്ടാമത്തെ നമ്പർ നമ്മൾ എങ്ങനെ എഴുതേണ്ടേ? ഈ പോയിന്റ് താഴത്തിന് രണ്ടാമത്തെ നമ്പറിൻ്റെ പോയിന്റ് വരണം. ഇപ്പോൾ 2.43. എം ടി സ്പേസ് ഉണ്ടോ? ഉണ്ട്. അവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കണം? 0. അപ്പോൾ 0 മൈനസ് 3 ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ബോറോ ചെയ്യും. അപ്പോൾ ഇവിടെ 0 ആയി, ഇവിടെ 10 ആയി. അറിയാലോ? 10 മൈനസ് 3 എത്രയാ? 7. 0 മൈനസ് 4 ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ബോറോ ചെയ്യും. അപ്പോൾ 9 മാറി എന്തായി? 8 ആയി. ഇവിടെ എന്തായി? 10 ആയി. അപ്പോൾ 10 മൈനസ് 4 എത്രയാ? 6. പോയിന്റ് അതേപോലെ താഴെ എടുത്ത് എഴുതി. 8 മൈനസ് 2 എത്രയാ? 6. അപ്പം നമുക്ക് 6.67 എന്ന ആൻസർ കിട്ടി. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ഫസ്റ്റ് നമ്പർ എടുത്ത് എഴുതി, പിന്നെ രണ്ടാമത്തെ നമ്പർ എഴുതി. പോയിന്റ് എങ്ങനെയാണ് വന്നേ? ഫസ്റ്റ് നമ്പറിൻ്റെ പോയിന്റ് താഴത്തിന് രണ്ടാമത്തെ നമ്പറിൻ്റെ പോയിന്റ് വരണം. സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് എത്ര കിട്ടി? 6.67 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 12 മൈനസ് 1.03. 12 ചുമ്മയാണല്ലോ കിടക്കുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? 12.0 അവിടെ ഉണ്ടല്ലോ. അപ്പം 12.0 മൈനസ് താഴത്തെ നമ്പർ എങ്ങനെ എഴുതേണ്ടേ? ആദ്യത്തെ നമ്പറിൻ്റെ പോയിന്റ് തൊട്ട് താഴെ അടുത്ത നമ്പറിൻ്റെ പോയിന്റ് വരണം. അപ്പോൾ 1.03. എം ടി സ്പേസ് ഉണ്ടോ? ഉണ്ട്. അവിടേക്കും 0 കൊടുക്കുക. സബ്ട്രാക്ട് ചെയ്യാം. 0 മൈനസ് 3 ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബോറോ ചെയ്യാം. ഇവിടെ നിന്ന് 1 ആയി, അപ്പോൾ ഇവിടെ 10 ആയി. ഇവിടെ 0 മാറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് വീണ്ടും ബോറോ ചെയ്യും. അപ്പോൾ 10 മാറി 9 ആയി, ഇവിടെ 10 ആയി. അപ്പോൾ 10 മൈനസ് 3 എത്രയാ? 7. ഇവിടെ 9 അല്ലേ ഉള്ളൂ. അപ്പോൾ 9 മൈനസ് 0 എത്രയാ? 9. പോയിന്റ് അതേപോലെ താഴോട്ട് എഴുതി. 1 മൈനസ് 1 0. 1 മൈനസ് 0 1. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡെസിമൽസിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷനും. ഇത് ഭയങ്കര ഈസി അല്ലേ? അപ്പോൾ സബ്ട്രാക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതി എടുക്കണേ.
എഴുതി കഴിഞ്ഞായിരുന്നോ? മായ്ക്കട്ടെ. എന്തോ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 12 മൈനസ് 1.03. നമ്മളാദ്യം 12 എഴുതി. 12 ചുമ്മാ തന്നെ മീനിങ് എന്താണ്? 12.0 ഉണ്ട്. അപ്പോൾ 12.0 മൈനസ് ഇതിൻ്റെ താഴത്തിന് രണ്ടാമത്തെ നമ്പറിന് പോയിന്റ് ഇടണ്ടേ? അപ്പോൾ 1.03 എം ടി സ്പേസ് ഉണ്ടല്ലോ, ആ നമ്മൾ 0 ഇട്ട് ഫില്ല് ചെയ്തു. മൈനസ് ഓക്കെ, ഇവിടെ നമുക്ക് 0 - 3 ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പുറത്തുനിന്ന് ബോറോ ചെയ്യും. ഇവിടെ 0 അല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ബോറോ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ബോറോ ചെയ്യും. അപ്പോൾ 2 മാറി ഇവിടെ 1 ആവും. പിന്നെ 1 നമുക്ക് ഇങ്ങോട്ട് കിട്ടി. അപ്പോൾ ഇവിടെ എന്തായി? 10 ആയി. പക്ഷെ ഇവിടുത്തെ 0 മാറിയില്ലല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബോറോ ചെയ്യും. അപ്പോൾ ഇവിടെ 10 ആയി. അപ്പോൾ ഇവിടെ എന്തായി? 9. ഓക്കെ ആണല്ലോ. 10 - 3 എത്രയാ? 7. 9 - 0 9 പോയിന്റ്. ഇവിടെ 1 അല്ലേ ഉള്ളൂ, അപ്പോൾ 1 - 1 0. 1 - 0 1. അപ്പോൾ 10.97 ആൻസർ കിട്ടി. അപ്പോൾ ഇത് മായ്ക്കട്ടെ. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഡെസിമൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഡെസിമൽസിലെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഹലോ, ഡെസിമൽസിലെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിച്ചോ. 0.3 × 4.5 എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പോയിന്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ അല്ലാതെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം ആദ്യം. അപ്പോൾ 45 × 3 എത്രയാ? 5 × 3 15. 4 × 3 12. 12 + 1 13. അപ്പോൾ നമ്മൾ ആദ്യം 135 ഒന്ന് ആൻസർ എടുത്ത് എഴുതി. എന്നിട്ട് നോക്കണം ക്വസ്റ്റ്യനിൽ. ഇപ്പോൾ 0.3ൽ പോയിന്റ് ചെയ്യേണ്ട എത്ര വാല്യൂ ഉണ്ട്? ഒരു വാല്യൂ ഉണ്ട്. ഇവിടെ പോയിന്റ് ചെയ്യേണ്ട എത്ര വാല്യൂ ഉണ്ട്? പാഡ് ചെയ്യുമ്പോൾ എത്ര? 1 + 1 എത്രയാ? 2. അപ്പോൾ നമ്മൾ ആൻസറിൽ പോയിന്റ് ചെയ്യേണ്ട 2 വാല്യൂ വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് 2 പ്രാവശ്യം എണ്ണണം. 1 2. അപ്പോൾ ഇവിടെ പോയിന്റ് വരും. അപ്പോൾ ഇവിടെ ആൻസറിൽ പോയിന്റ് ചെയ്യേണ്ട 2 വാല്യൂ ഇല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 0.1 × 100. ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പോയിന്റ് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അല്ലാതെ എങ്ങനെ ചെയ്യും? 10 × 1 100 × 1 100 × 1 എത്രയാ? 100. അപ്പം 100 എടുത്ത് എഴുതി. ഇനി വേണം പോയിന്റ് നോക്കാൻ. ഇപ്പോൾ 0.1ൽ പോയിന്റ് ചെയ്യേണ്ട എത്ര നമ്പർ ഉണ്ട്? ഒരു നമ്പറേ ഉള്ളൂ. ഇവിടെ പോയിന്റ് ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു നമ്പർ ഉണ്ട്. അപ്പോൾ ആൻസറിൽ എങ്ങനെ വരണം? ആൻസറിലും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് എണ്ണും. അപ്പോൾ 10.0 ആൻസർ കിട്ടി. മനസ്സിലായല്ലോ? അഡീഷനിൽ എങ്ങനെയായിരുന്നു? അഡീഷൻ എങ്ങനെയായിരുന്നു? ആദ്യത്തെ നമ്പർ ഏതും അതിൻ്റെ പോയിന്റ് താഴത്തിന് രണ്ടാമത്തെ നമ്പറിൻ്റെ പോയിന്റ് വരും. ആഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. മൾട്ടിപ്ലിക്കേഷനിലാണെങ്കിലോ ആദ്യം പോയിന്റ് നോക്കാതെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് പോയിന്റ് എണ്ണി ഇട്ട് കൊടുക്കണം. ഓക്കെ ആണല്ലോ? ഇനി ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതിയെടുക്കണേ.
പറഞ്ഞൂടാ. ഞാൻ കേട്ടോ ഞാൻ വരണു അപ്പോൾ ഞാൻ പറഞ്ഞു.